നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. താനൂർ നിയോജക മണ്ഡലത്തിലെ ഒഴൂർ കരിങ്കപ്പാറ GUP സ്കൂളിലെ സിന്തറ്റിക് ടർഫോട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കായിക വകുപ്പുമായി സഹകരിച്ചാണ് നിർമ്മാണം നടത്തിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുല്യമായി വകയിരുത്തിയ 62.72 ലക്ഷം രൂപ സമഗ്ര ഭരണാനുമതി നൽകി. തുടർന്ന് 58.89 ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ടെൻഡർ ക്ഷണിച്ചാണ് കളിസ്ഥലത്തിന്റെയും കവാടത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലയിൽ കായിക വകുപ്പ് മുഖേന 30.97 കോടി രൂപയുടെ 23 പ്രവൃത്തികളും കിഫ്ബി പദ്ധതി പ്രകാരം 30.03 കോടി രൂപയുടെ 2 പ്രവൃത്തികളുമാണ് വിവിധ ഘട്ടങ്ങളായി നടന്നുവരുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിക്കായി വകയിരുത്തുന്ന 1 കോടി രൂപയിൽ 50% തുക കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50% ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ 124 കളിക്കളങ്ങൾക്കായി 62 കോടിയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. താനൂർ നിയോജക മണ്ഡലത്തിൽ 12.35 കോടി രൂപയുടെ 10 നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. കൂടാതെ 1800 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം മണ്ഡലത്തിൽ നടന്നു വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാടിൻ്റെ പൊതുവികസനത്തിനാണ് സർക്കാർ എന്നും ശ്രദ്ധ ചെലുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂളിലെ ടർഫിനോടനുബന്ധിച്ച് ഫെൻസിംഗ് പ്രവൃത്തികൾക്കും ചുറ്റുഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിനുമായി 24 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ഈ വിദ്യാലയത്തിൽ ആദ്യമായി ഞങ്ങൾ കടന്നു വരുമ്പോൾ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന അഷ്കർ കോറാടൻ, അസൻകാക്കയും PTA പ്രസിഡൻ്റായിരുന്ന ഫൈസലും അന്നത്തെ HMO വിവരിച്ചപ്പോൾ ഈ നാടിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയം ഉണ്ടാവണമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാലയമായി അത് മാറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചാണ്. ഇന്നത് ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ യോഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം. ചടങ്ങിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറോട് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞേനി മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP മുംതാസ്, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ T അനീഷ, വാർഡ് മെമ്പർമാരായ റസീന പൂക്കയിൽ, നോബൽ മുഹമ്മദ്, KV പ്രജിത, അലവി മുക്കാട്ടിൽ, സെലീന ഉപ്പത്തിൽ, മൂസക്കുട്ടി പായക്കര, AT സുബൈദ കബീർ, മുഹമ്മദ് നൂഹ്, KV നബീല, KK ജമീല, KP രാധ, സവിത ചുള്ളിയത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സനൽകുമാർ, സ്കൂൾ HM ഷംസുദ്ദീൻ കലങ്ങോടൻ, PTA വൈസ് പ്രസിഡന്റ് ഇൽമി പറപ്പാറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, താനൂർ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.